പിന്നെ എൻ്റെ ലാസ്റ്റ്, നമ്മൾ മഹത്തായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെയാണ്. ഇസ്ലാം എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ നമ്മൾ എന്തിന് മഹാത്മാക്കളുടെ കൂടെ നിൽക്കണം? അതുകൂടി ഇതിന്റെ ഒരു മർമ്മമാണ്. ഒരു ജനറൽ ഇസ്ലാമിന്റെ ഫ്രെയിമിന്റെ അകത്ത് വെച്ച് നമ്മൾ നിന്നാൽ പോരാ. അതെന്തിന് എന്നുള്ളതിന്റെ ഒരു ലേറ്റസ്റ്റ് ആയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഈ പിരമിഡ് അറ്റൻഡൻസ് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ആ പുസ്തകം ഞാൻ പറഞ്ഞു, ഇതൊരു പ്രസംഗമല്ല, അങ്ങനെ നിങ്ങൾ കേൾക്കാനേ പാടില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ PDF ഞാൻ ഷെയർ ചെയ്യാം. ഒറ്റ മിനിറ്റ്, സംശയമില്ലാത്ത തന്നെ പറയാക്കാം. സമയമില്ല, 12 ആയില്ല. ഒറ്റ പുസ്തകം മാത്രം കാണിക്കാം. ഇപ്പൊ ലൈഫ് ആഫ്റ്റർ ലൈഫ്, എവിഡൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ്, മൈ ഡീസൻ ടു ദ ഡെത്ത്സ്, കുറെ പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട അറിയോ? ഒരു 10-15 കൊല്ലം മുമ്പ് മരണവും അനന്തര ജീവിതവും എന്നുള്ള വിഷയം ഒരു ശാസ്ത്രജ്ഞൻ പറയുക എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പക്ഷേ ഇന്ന് മരണവും അനന്തര ജീവിതവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വാളിന്റെ വേദിയിലല്ല, സയൻസിന്റെ വേദിയിലാണ്. ആ സയൻസിന്റെ ബ്രാഞ്ചിന്റെ പേരാണ് തനാട്ടോളജി, മരണ സംബന്ധ ശാസ്ത്രം. ഇതൊരു വെറുതെ തന്നെ പറയുകയല്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അതിന്റെ പുസ്തകങ്ങളാണ്. ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പുസ്തകത്തിന്റെ പ്രത്യേകത 13 മില്യൺ പുസ്തകങ്ങളാണ് വിറ്റഴിഞ്ഞത്. 13 ബില്യൺ. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും, മരണത്തിന്റെ തൊട്ട് മുമ്പുള്ള അനുഭവങ്ങൾ. നമ്മുടെ ഭാഷയിൽ സക്കറാത്ത് എന്ന് പറയും. ക്ലിനിക്കലി ഡെഡായ കോമാറ്റേ സ്റ്റേജ്, കോമാ സ്റ്റേജ് എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, ഹാർട്ട് അറ്റാക്ക് സംഭവിക്കണം, ആ സ്റ്റേജിലുള്ള ആളുകൾ അവയവം ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ നേഴ്സ് വന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ചോദിക്കുന്ന നേരം, ആ സന്ദർഭത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആളുകൾ അവരുടെ അനുഭവം ലോകത്തോട് പറയുന്നു. അത് കളക്ട് ചെയ്തിട്ട് ആ അനുഭവങ്ങളുടെ ശാസ്ത്രീയമായ പഠനം നടത്തുന്ന ബ്രാഞ്ചാണ് തനാട്ടോളജി. അതിന്റെ പുസ്തകങ്ങളാണ് ഈ പറഞ്ഞ പുസ്തകങ്ങൾ. ഒറ്റവാക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ എന്തിന് നമ്മൾ അൽഫാത്തിഹ വിളിക്കുന്നു? മരിച്ചാൽ, ജനിച്ചാൽ, ഗൾഫിൽ പോകുമ്പോൾ, പരിപാടി തുടങ്ങുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുന്നത്? അൽഫാത്തിഹ വിളിക്കുന്ന ആൾക്കൊരു കൈമടക്ക് തടയാൻ അല്ല. കൈമടക്ക് കൊടുത്താലും ഇല്ലെങ്കിലും അതിന് വലിയൊരു പൊരുളുണ്ട്. കൈമടക്കും ഉസ്താദും വേണ്ട, വ്യക്തിക്ക് തന്നെ വിളിച്ചിരിക്കണം. അതാണ് ഈ പറയുന്നത്. അവരോട് സംസാരിച്ചു, എങ്ങനെയുണ്ട് അനുഭവം എന്ന്. അപ്പൊ അതിൽ പറയുന്നത്, ഞാനിത് വായിക്കുമ്പോൾ ലത്തീഫ് ഹാജിക വളരെ ശക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഞാൻ നീട്ടുന്നില്ല. എനിക്കും നിങ്ങളെപ്പോലെ എനിക്കും തിരക്കുണ്ട്, രാവിലെയൊക്കെ എത്തേണ്ട ആവശ്യമുണ്ട്. അപ്പൊ പറഞ്ഞത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ കാണുന്ന മനുഷ്യരിൽ 4% ആളുകൾ മാത്രമാണ് ജീവനുള്ള ആളുകൾ. 96% നേരത്തെ മരണപ്പെട്ടവരാണ്. ഇത് ആരാണ് പറയുന്നത്? അള്ളാഹു ഇത്രേ നമുക്ക് ദുനിയാവിൽ തരൂ അടയാളമായി. ബാക്കി നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അള്ളാഹ് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ ഇസ്ലാമിന് പ്രസക്തിയില്ല. നമ്മൾ ഉറങ്ങുമ്പോൾ റസൂലുള്ളാഹി വന്നിട്ട്, ഞാൻ വഫാത്തായി പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, എന്നെ നിങ്ങൾ വിശ്വസിക്കണം, ഇതാണ് ശരിയെന്ന് ഓരോരുത്തരുടെയും കിനാവിൽ വന്ന് പറയുകയാണെങ്കിൽ ഇസ്ലാമിന് പ്രസക്തിയില്ല. ബോധ്യമാവരുത് മരിക്കുന്നത് വരെ അനുമാനവും നിഗമനവുമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോഴേ ഇസ്ലാം ഉള്ളൂ. എങ്കിൽ അതിന്റെ 90% വരെ ജീവിതത്തിൽ അള്ളാഹു എത്തിച്ചു തരും. ബാക്കി നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിൽപ്പെട്ടതാണിത്. 4% ജീവനുള്ള ആളുകൾ, 96% ജീവനില്ലാത്ത ആളുകൾ. ആരാണത്? ഫോർ ഫാദേഴ്സ്, ഫോർ മദേഴ്സ്, മെന്റേഴ്സ്, ഉപ്പാപ്പമാർ, ഉമ്മാമ്മമാർ, ഗുരുക്കൾ. ഈ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ തിരിച്ചു വന്നിട്ട് പറഞ്ഞാണ്, ഞങ്ങൾ അവിടെ കണ്ടതിൽ ഞങ്ങൾ നേരത്തെ കേട്ട കുറെ ആളുകളാണ്, അവരുടെ ചേലാണ്, രൂപമാണ്, കോലമാണ്, തിരിച്ചു വന്നിരിക്കുന്നു, ഞങ്ങളോട് സംസാരിച്ചു. ഇതൊരു ഉസ്താദിന്റെ വേലാവും സൂഫി വേലാവും ഖുറാഫാത്ത് കഥയാവും. എങ്ങനെ ഇത് തള്ളും? ഞാൻ ന്യൂട്രലായി ചോദിക്കുന്നു. ഈ ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന തെനാട്ടോളജി സ്റ്റഡീസിനെ എന്തുകൊണ്ട് നമ്മൾ തള്ളും? എങ്ങനെ തള്ളും? നമ്മൾ എന്താ പറഞ്ഞത്? ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോട്ടെ ഹാർട്ട് ഡെത്ത് സംഭവിക്കൂ. ആർക്കെങ്കിലും എതിരെ പറയുണ്ടോ? ആദ്യം തലച്ചോറ് മരിക്കും, എന്നിട്ടേ ശ്വാസം മരിക്കും. തലച്ചോറ് മരിച്ചപ്പോൾ പെട്ടെന്ന് അറ്റാക്കായി ഒരാൾ, നമ്മൾ ആശുപത്രിയിലേക്ക് എടുത്ത് കൊണ്ടുപോയി, വെന്റിലേഷൻ ചെയ്തു, തൊള്ളക്കൂടി പൈപ്പ് ഇറക്കി, മൂക്കക്കൂടി പൈപ്പ് വെച്ചു, കൃത്രിമ ശ്വാസം കൊടുത്തു, സപ്പോർട്ടീവ് ചികിത്സ കൊടുത്തു. 3-4 മണിക്കൂർ കഴിഞ്ഞാൽ രോഗിന്റെ ഒപ്പമുള്ള ആളെ ഡോക്ടർ വിളിക്കും. എന്നിട്ട് എന്താ പറയാ? കുറച്ചൊക്കെ മെച്ചമുണ്ട്, 2 ദിവസം ICUയിൽ വെക്കണം, പിന്നെ നമുക്ക് വാർഡിലേക്ക് മാറ്റാം, പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, ഓർമ്മ ഇനി തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റൂല കേട്ടോ. അത് 2 ദിവസം കഴിഞ്ഞാലേ പറ്റുള്ളൂ. കുറച്ച് ലേറ്റായി നിങ്ങൾ കൊണ്ടുവരാൻ, അതൊരു മുൻകൂർ ജാമ്യമാണ്. കാരണം ഓർമ്മ കുറച്ച് നേരത്തെ മരിക്കും, എന്നിട്ടാണ് ഇത് മരിക്കുക. ഇത് ഇന്നത്തെ സയൻസ് മാത്രമല്ല, മിഷ്കാത്തുൽ മസാബിഹിന്റെ ഹദീസ് എടുത്ത് നോക്കിയാലും അസ്റായിൽ റൂഹിനെ പിടിക്കുന്ന ഹദീസിലുള്ളത് അപ്പം വിരലിൽ നിന്ന് തുടങ്ങും, കാലിലത് പിടിക്കും, അടിപ്പള്ളയിലെത്തും, തൊണ്ടക്കുഴിയിലെത്തും, എന്നിട്ട് പിന്നെ തലച്ചോറിലേക്ക് പോകും. തലച്ചോറിനെ മരിപ്പിച്ചിട്ട് പിന്നെ തൊള്ളക്കുഴിയിൽ ശ്വാസത്തെ മരിപ്പിക്കൂ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുമോ? 12 മണി അർദ്ധരാത്രിയാണ്. ആലോചിച്ചു. അള്ളാഹു നമുക്ക് നല്ല മരണം തരട്ടെ. നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കുക. ഒന്നുകിൽ നമ്മൾ സയൻസിനെ മുച്ചൂടും തള്ളണം, എന്നാൽ പിന്നെ ഈ ആർഗ്യുമെന്റിന് ഒരു പ്രസക്തിയില്ല. നമ്മൾ തള്ളുന്നില്ലല്ലോ, നമ്മൾ അതിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്. എങ്കിൽ ഇതുകൂടി അഡ്രസ് ചെയ്തേ പറ്റൂ. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഓർമ്മ പോവില്ലേ? പിന്നെ എന്ത് ഓർമ്മയാ? പഠിച്ച വയലാക്ക ഓർമ്മ, കേട്ട ഉപദേശാക്ക ഓർമ്മ. ലഖിനോ മൗതാക്കും കൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾക്ക് മുമ്പിൽ ഒരാൾ മരിക്കുകയാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ കക്ഷിക്ക് സ്വമേധയ ഓർമ്മയുണ്ടാവില്ല. അതല്ലേ അതിന്റെ അർത്ഥം. ചില ആത്മാക്കൾക്ക് മരണാനന്തരം അള്ളാഹു കൈകൃത്യാവകാശം കൊടുക്കും. അഹ്ലുസുന്നയുടെ വിശ്വാസം വൽ മുദബ്ബിറാത്തി അംറ, മശായിഖന്മാർ, മഹാത്മാക്കൾ. ദൈവാസ്തിക്യവും യുക്തിവാദ നിരാസവും പറയുമ്പോൾ നമുക്കതൊരു സ്വീകാര്യമാണെങ്കിൽ
അത് തന്നെയാണ്. ഞാൻ എന്താണോ ദൈവാസ്തികത്തിന് ഉപയോഗിച്ച ടൂൾ അത് തന്നെയാണിതും. മഹാത്മാക്കൾ വരും, എന്നിട്ട് പറഞ്ഞു തന്നാലേ ഇത് പറയാൻ കഴിയൂ. ഒന്നുകിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ശീലം കൊണ്ട് ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകണം. ഇതാണ് രണ്ട് സാധ്യത. ഇത് രണ്ടല്ലാത്ത സാധ്യതയില്ല. അതങ്ങനെ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പോകാൻ. നമ്മുടെ കാല് നടക്കുമ്പോൾ കല്ലിൽ വെച്ച് കുത്തി. വളരെ യാദൃശികത ഇസ്ലാമിലില്ല. നമ്മുടെ ഭാഷയിൽ അവിചാരിതമായി നമ്മൾ എന്താ വെച്ചുണ്ടാക്കുക? ചിലപ്പോൾ മൈക്ക് പറയാൻ പറ്റാത്ത പല സാധനങ്ങൾ വരും. നമ്മളെ ചെക്ക് ചെയ്യുക. നമ്മള് റൂമിൽ പോയി ഹാങ്കറിൽ നിന്ന് ഷർട്ട് എടുക്കുമ്പോൾ ഒരു സൂചി, ഒരു പിൻ കൈക്ക് കൊണ്ടാൽ എന്താണ് ഒച്ച ഉണ്ടാക്കൽ? അതായിരിക്കും മരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒച്ച എന്ന് മനസ്സിലാക്കുക. യമൂത്തുൽ ഇൻസാനു അലാമ ആഷ വബുഇസൽ ഇൻസാനു അലാമ മാത മുഹമ്മദ് റസൂലുള്ളാഹി. ജീവിച്ച പോലെയാണ് മരിക്കുക. അപ്പൊ പിന്നെ കയ്യിൽ കൊണ്ടപ്പോ എപ്പോഴും അല്ലാ 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 എന്ന് പറഞ്ഞു നടന്നിരുന്നയാൾ അതോ എപ്പോഴും ഡാഷ് 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 പറഞ്ഞു നടക്കുന്ന ആളുകൾ ആ പേര് പറയും. നമ്മൾ സ്കൂട്ടി ആയിട്ട് പോവാണ്, കാറുമായിട്ട് പോവാണ്, കൂട്ടിമുട്ടി മിറർ തട്ടി ആ സാധനം വരും അല്ലോ യാ അല്ലാ പഠിച്ചോനെ. ന്യൂനപക്ഷത്തിന്റെ നാവിൽ നിന്ന് ഭൂരിപക്ഷത്തിന്റെ നാവിൽ നിന്നോ വേറെ പല പേരുകൾ, ശബ്ദങ്ങൾ മോശം എന്നല്ല. ഒന്നുകിൽ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ആളുകൾ ഏറ്റവും വലിയ മുസീബത്താണ്, അപകടമാണ്. അസ്രായിലിനെ കണ്ടുമുട്ടുന്ന നേരം ആ പേര് പറയും അല്ലോ അല്ലോ. സ്വമേധയാ ഒരു മശായിഫും വരാതെ ആദ്യമേ ശീലിച്ചത് പറഞ്ഞ് മരിച്ചു പോകും. ഇനി അല്ലെങ്കിൽ ഇത് മാത്രമാണ് സാധ്യത, ഇദ്ദേഹം വന്ന് പറഞ്ഞു തരണം. അപ്പോ പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പറയുന്നത്. പിന്നെയോ രണ്ടാമത്തെ ഭാഗം, ഈ ആളുകൾ മരിക്കുമ്പോൾ നേരത്തെ മരിച്ചവർ വരുന്നു എന്ന് മാത്രമല്ല, കണ്ണ് കാണാത്ത ആളുകൾ പോലും വളരെ സോളിഡായി, വളരെ അതിൽ പറയുന്ന വേർഡ് ലൂസിഡ് ആൻഡ് സോളിഡ് എന്നാണ് പറയുന്നത്. ഉറച്ച കാഴ്ച, സംശയമില്ലാത്ത കാഴ്ച, നിറം കാണുന്നു. കണ്ണ് കാണാത്ത ആളുകൾ പോലും, കണ്ണ് കാണാത്ത ആൾക്കാർ പോലും നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവിച്ച ആളുകൾ കണ്ടു. നിങ്ങൾ എന്താ കണ്ടത് പറയാൻ കഴിയില്ല, പക്ഷെ എന്തോ കണ്ടു. ആ മനുഷ്യൻ അതിന് മുമ്പും അതിനുശേഷവും നിറം കണ്ടിട്ടില്ല, ആകൃതി കണ്ടിട്ടില്ല. അത് കേവല കെട്ടുകഥയല്ല. കെട്ടുകഥയാണെങ്കിൽ നമുക്ക് ഈ പുസ്തകങ്ങൾ തള്ളിക്കളയേണ്ടി വരും. ആർക്കാണോ PDF ആവശ്യം തരും. എന്നെക്കാൾ അറിവുള്ള ആളുകളാണ്, നിങ്ങൾ വായിച്ചു നോക്കൂ. ഞാനിത് വന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു മേലാളനെ അല്ല, ഒരിക്കലും അല്ല. എനിക്ക് ആ വിചാരമൊന്നുമില്ല. അതേസമയം നിങ്ങൾ ആരെങ്കിലും ഇത് അറിയുന്നില്ലെങ്കിൽ വെറുതെ മൊബൈലിൽ തോണ്ടി കളിക്കുമ്പോൾ വെറുതെ അടിച്ചു നോക്കൂ. ഹെനാട്ടോളജി, ലൈഫ് ആഫ്റ്റർ ലൈഫ്. വിശുദ്ധ ഖുർആൻ മരണത്തെക്കുറിച്ച് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. മരണത്തിന്റെ സീൻ എന്താ അറിയോ? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. ഇത്രയും കാലം ഈ വയത് പറഞ്ഞു തരുമ്പോ നീ അശ്രദ്ധാലുവായിരുന്നു. ഫകശഫനാ അൻക ഗിതാഅക്. ഇപ്പൊ നിന്റെ കണ്ണിന്റെ മൂടി നമ്മൾ അങ്ങ് ഉയർത്തിയപ്പോൾ ഫബസറുക്കൽ യൗമ ഹദീദ്. മരിക്കുന്ന നേരം നിന്റെ കണ്ണിന് ഇരുമ്പിന്റെ മൂർച്ചയാണല്ലോ എന്ന് പരിശുദ്ധ ഖുർആൻ. കാണാത്തവനും കാണുന്ന നേരമാണ് മരിപ്പിന്റെ നേരമെന്ന് പരിശുദ്ധ ഖുർആൻ. വേറെ ഒന്നും ഖുർആൻ പറഞ്ഞില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഇന്നക മയ്യിത്തുൻ ഇന്നഹും മയ്യിത്തൂൻ ഒക്കെ പറഞ്ഞു. പക്ഷെ മരിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസിലേ പറഞ്ഞുള്ളൂ. ഫകശഫനാ അൻക ഗിതാഅക്. മൂടുപടം ഉയർത്തും. ഫബസറുക്കൽ യൗമ ഹദീദ്. കാണാത്തത് കാണും. പനോട്ടോളജി പറയുന്നു മരിപ്പിന്റെ നേരത്ത് കാണാത്തത് കാണുന്ന മാത്രമല്ല, കണ്ണ് കാണാത്തവനും കാണും. നേരത്തെ മരണപ്പെട്ടു പോയവരെ കാണും. നല്ല മയ്യത്താകട്ടോ നമ്മളങ്ങനെ പറയൽ. എന്തോ കണ്ട് ചിരിക്കുന്ന പോലെ ഉണ്ടാവും മയ്യത്ത് കണ്ടാൽ. എന്താ കാരണം? അഹ്ലുസുന്നയുടെ നമ്മുടെ വിശ്വാസം എന്താ? ഏറ്റവും ഭാഗ്യമുള്ള മനുഷ്യനാണെങ്കിൽ ശൂന്യതയിലേക്ക് നോക്കി എന്തോ കണ്ട് ചിരിക്കുന്ന പോലെയുള്ള മയ്യത്താണെങ്കിൽ അതിന്റെ താല്പര്യം നമ്മുടെ വിശ്വാസപ്രകാരം അത് അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാ മോനെ വാ മോളെ എന്ന് വന്ന് വിളിച്ചു കൊണ്ടുപോകുമ്പോൾ ഉത്തരം കൊടുത്ത ചിരിയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം. ഒരു ചിരി വരും. അള്ളാഹു അങ്ങനെയുള്ള ഒരു മരണം നമുക്ക് നൽകട്ടെ, ഓരോരുത്തർക്കും നൽകട്ടെ. അതിന്റെ പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. സമാധാനത്തിൽ മരിച്ചു പോകാനുള്ള വിശ്വാസത്തിന്റെ പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അത്ര മനസ്സിലാക്കിയാൽ മതി സാധാരണക്കാർ. അപ്പോ നല്ല മനുഷ്യന്മാരാണെന്ന് നേരത്തെ ബോധ്യം വന്ന ആളുകൾക്ക് ദിവസവും നിങ്ങളുടെ തിരക്കിനിടയിൽ ഇലാ ഹദറത്തി എന്നാൽ ഇന്നയാൾ അൽ ഫാത്തിഹ ഉള്ളൂ. ഇനി മരിക്കുന്ന നേരത്തെ അവർ വന്നില്ലെങ്കിൽ ഫാത്തിഹ ഓതിയ കൂലി കിട്ടുമല്ലോ. ഇനി മരിക്കുന്ന നേരത്തെ അവർ വന്നാലോ ലാഭമായല്ലോ. ഓതാൻ പറ്റൂല എന്നാരും പറഞ്ഞില്ലല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.